എല്ലാവരും ഞാൻ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കൈ പൊക്കിയിട്ട് അപ്പം അവിടെ എന്താണ് ചെയ്തത്? എടേ ഒന്ന് ചിന്തിച്ച് കളിക്കാത്തണ്ടേ. ഒന്ന് ചിന്തിച്ച് കളിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 1000 പോയിന്റ് നിങ്ങളെ കയ്യിലെത്തുമായിരുന്നു. സത്യം, ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ അവരൊന്ന് ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ ആ 1000 പോയിന്റ് നഷ്ടപ്പെടില്ലായിരുന്നു. ബുദ്ധിപൂർവ്വം കളിക്കാതെ ഒരുമാതിരി വേസ്റ്റ് കളിയാണ് അവർ കളിച്ചത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. ഈ ദേഷ്യം വന്നടേ, 1000 പോയിൻ്റടേ. ആ ഫാമിലിയുടെ തേച്ച് ബിഗ് ബോസ് 250 പോയിന്റും പോയി. ഇനി 250 പോയിന്റേ ഉള്ളൂ അവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. എല്ലാം ബുദ്ധിപൂർവ്വം വെച്ച് വേണം കളിക്കാൻ. എന്നിട്ട് എനിക്ക് മുടി വെട്ടാൻ പറ്റുമെങ്കിൽ പിന്നെ മുടി വെട്ടണം, എല്ലാം സഹിക്കണം. അതിന് ജിസൈനും ആര്യനും കൂടെ എൻ്റെ പൊന്നേ, എന്നാൽ ആര്യനെങ്കിലും ബുദ്ധി വെച്ചിട്ട് കളിക്കായിരുന്നു. പോട്ട് അനീഷിനെ കൺവിൻസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യണം. അതാണ് ഗെയിം. എന്നിട്ട് അവൻ മണ്ടനാണ് പൊട്ടനാണ് അത് നിങ്ങൾ കൺവിൻസ് ചെയ്യണം. അല്ലേ, കൺവിൻസ് ചെയ്താലല്ലേ കളി ഒരു ഇതാവുള്ളൂ. അതൊക്കെ ഒരു എക്സ്പ്ലനേഷൻ അല്ല അവർ രണ്ടുപേരും കൂടെ പറഞ്ഞത്. അവൻ കളിച്ച കളി ഗെയിമാണ്, അത് അവൻ്റെ ഗെയിമാണ്, അനീഷിൻ്റെ ഗെയിമാണ്. അതിന് നിങ്ങൾ അത് അവൻ്റെ അടുത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കണം. അത് നിങ്ങൾ തോറ്റ് ന്യായീകരിക്കേണ്ട ഒരാവശ്യമില്ല. മണ്ടം കളിയായി പോണേ, മണ്ടം കളി. ഞാൻ അവിടെ ബിഗ് ബോസ് കൊണ്ടുവരാൻ ഞാൻ മുടി വെട്ടിയേനെ, ഉള്ള കാര്യം പറയാൻ. ഞാൻ ഈ മുടി പോട്ടെ നോക്കി ഞാൻ മുടി വെട്ടിയേനെ, ഉള്ള കാര്യം പറയാമല്ലോ. മണ്ടം കളി.